നമസ്കാരം. എക്സലൻ്റ് അക്കാദമിയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് റൂക്കിൻ്റെ സാഹസികമായ നീക്കങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള 2 റൂക്ക് എൻഡ് ഗെയിം പൊസിഷനുകൾ പരിചയപ്പെടാം. ഈ ഒരു പൊസിഷനിൽ വൈറ്റിന് ഒരു ക്യൂനും ബ്ലാക്കിന് ഒരു റൂക്കുമാണ് ഉള്ളത്. വൈറ്റിൻ്റെ ക്യൂനിനും കിങ്ങിനുമെതിരെ ബ്ലാക്കിൻ്റെ റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് വളരെ ശക്തമായ പ്രതിരോധം തീർത്തുകൊണ്ട് ബ്ലാക്ക് ഒരു സമനില ഉണ്ടാക്കിയെടുക്കുന്നു. എങ്ങനെയാണ് ഈ പൊസിഷനിൽ ബ്ലാക്കിൻ്റെ റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് ഒരു സമനില ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. റൂക്ക് H7 ചെക്ക്, കിങ് G2, റൂക്ക് G7 ചെക്ക്. വൈറ്റിന് ഈ പൊസിഷനിൽ കിങ് ഉപയോഗിച്ചുകൊണ്ട് F5ലേക്ക് ഒരു നീക്കം നടത്തുവാൻ സാധിക്കില്ല. കാരണം കിങ് ഉപയോഗിച്ചുകൊണ്ട് F5ലേക്ക് ഒരു നീക്കം നടത്തുകയാണെങ്കിൽ, റൂക്ക് F7 എന്ന നീക്കം നടത്തുകയാണെങ്കിൽ ക്യൂന് ഉപയോഗിച്ചുകൊണ്ട് F7ലിരിക്കുന്ന റൂക്കിനെ ക്യാപ്ചർ ചെയ്യുവാൻ വൈറ്റ് നിർബന്ധിതമാകുന്നു. അപ്പോൾ കിങ് ഉപയോഗിച്ചുകൊണ്ട് ക്യൂനിനെ ക്യാപ്ചർ ചെയ്തുകൊണ്ട് ഒരു സമനില ഉണ്ടാക്കിയെടുക്കുവാൻ ബ്ലാക്കിന് സാധിക്കും. കിങ് H3, റൂക്ക് H7 ചെക്ക്, കിങ് G4, റൂക്ക് G7 ചെക്ക്, കിങ് H5. വൈറ്റിൻ്റെ കിങ് ഉപയോഗിച്ചുകൊണ്ട് റൂക്കിനെ ആക്രമിക്കാം എന്നൊരു ലക്ഷ്യത്തോടെയാണ് കിങ് മുൻപിലോട്ട് നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. റൂക്ക് H7 ചെക്ക്, കിങ് G6. എന്നാൽ ഈ ഒരു പൊസിഷനിൽ വൈറ്റിൻ്റെ നീക്കമായിരുന്നുവെങ്കിൽ ക്യൂൺ D8 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഒരു ചെക്ക്മേറ്റ് ഉണ്ടാക്കിയെടുക്കാമായിരുന്നു. എന്നാൽ ഈ പൊസിഷനിൽ ബ്ലാക്കിൻ്റെ നീക്കമായതുകൊണ്ട് ബ്ലാക്ക് വളരെ മനോഹരമായ ഒരു നീക്കം നടത്തുകയാണ് ഉണ്ടായത്. എന്തായിരുന്നു ആ നീക്കം എന്നുള്ളത് വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തുകൊണ്ട് കണ്ടുപിടിക്കുവാൻ ശ്രമിക്കുക. റൂക്ക് H6 ചെക്ക്, റൂക്ക് H6 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഒരു ചെക്ക് നൽകുമ്പോൾ കിങ് ഉപയോഗിച്ചുകൊണ്ട് ബ്ലാക്കിൻ്റെ റൂക്കിനെ ക്യാപ്ചർ ചെയ്യുവാൻ വൈറ്റ് നിർബന്ധിതമാകുന്നു. കിങ് ടേക്സ് H6. കിങ് ഉപയോഗിച്ചുകൊണ്ട് ബ്ലാക്കിൻ്റെ റൂക്കിനെ ക്യാപ്ചർ ചെയ്യുമ്പോൾ ബ്ലാക്കിൻ്റെ കിങ്ങിന് നീക്കം നടത്തുവാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഈ ഒരു പൊസിഷനിൽ സ്റ്റെയിൽമേറ്റിലൂടെ ഒരു ഡ്രോ ഉണ്ടാക്കിയെടുക്കുവാൻ ബ്ലാക്കിന് സാധിക്കുന്നു. ഇനി നമുക്ക് റൂക്കിൻ്റെ മറ്റൊരു പൊസിഷൻ മനസ്സിലാക്കാം. ആദ്യം നമുക്ക് ഇപ്പോൾ ചെസ് ബോർഡിൽ കാണുന്ന ഈ പൊസിഷൻ ഒന്ന് വിലയിരുത്താം. ഇപ്പോൾ ബ്ലാക്കിന് ഒരു റൂക്കും വൈറ്റിന് ഒരു പോണുമാണുള്ളത്. അതുകൊണ്ട് ഈ പൊസിഷൻ കാണുമ്പോൾ നമുക്ക് ബ്ലാക്കിന് അല്ലെങ്കിൽ വിജയിക്കാം, അതുമല്ലെങ്കിൽ പോണിനെ വെട്ടിയെടുത്തുകൊണ്ട് ഒരു സമനില ഉണ്ടാക്കിയെടുക്കാം എന്ന ഒരു കാഴ്ചപ്പാടാണ് ഉണ്ടാകുന്നത്. എന്നാൽ ഈ പൊസിഷനിൽ കൃത്യമായ നീക്കങ്ങൾ നടത്തുകയാണെങ്കിൽ വൈറ്റിന് വിജയിക്കുവാൻ സാധിക്കും. നമുക്ക് നേരിട്ട് ഗെയിമിലേക്ക് പോകാം. പോൺ C7. വൈറ്റിൻ്റെ പോണിന് ഒരു നീക്കം കൂടെ നടത്തുവാൻ സാധിക്കുകയാണെങ്കിൽ ഒരു പോൺ പ്രൊമോഷൻ നടത്തുവാൻ സാധിക്കുന്നതാണ്. റൂക്ക് D6 ചെക്ക്, കിങ് B5, റൂക്ക് D5 ചെക്ക്, കിങ് B4. വൈറ്റ് ഈ പൊസിഷനിൽ ബ്ലാക്കിൻ്റെ റൂക്കിനെ ഡിഫെൻഡ് ചെയ്യുന്നത് വളരെ മനോഹരമായിട്ടാണ്. റൂക്ക് D4 ചെക്ക്, കിങ് B3, റൂക്ക് D3 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഒരു ചെക്ക് നൽകുമ്പോൾ വൈറ്റിൻ്റെ കിങ്ങിന് C5ലേക്ക് നീക്കം നടത്തുവാനുള്ള ഒരു അവസരം ലഭിക്കുന്നു. കാരണം കിങ് C2 എന്ന നീക്കം നടത്തുകയാണെങ്കിൽ D1 എന്ന സ്ക്വയറിൻ്റെ നിയന്ത്രണം പൂർണ്ണമായും വൈറ്റിൻ്റെ കിങ്ങിൻ്റെ നിയന്ത്രണത്തിലായിരിക്കും. കിങ് C2, റൂക്ക് D4. ബ്ലാക്കിൻ്റെ റൂക്ക് D4 എന്ന നീക്കം ഈ പൊസിഷനിലെ ബ്ലാക്കിൻ്റെ വളരെ മികച്ച ഒരു നീക്കമാണ്. വൈറ്റിൻ്റെ അടുത്ത നീക്കം എന്തായിരുന്നു എന്നുള്ളത് വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തുകൊണ്ട് കണ്ടുപിടിക്കുവാൻ ശ്രമിക്കുക. C8 സമം റൂക്ക്. എന്തുകൊണ്ടാണ് ഈ പൊസിഷനിൽ ഒരു അണ്ടർ പ്രൊമോഷൻ നടത്തിക്കൊണ്ട് റൂക്കിനെ പ്രൊമോട്ട് ചെയ്തത് എന്നുള്ളത് നമുക്ക് പിന്നീട് വിശദീകരിക്കാം. ഈ ഒരു പൊസിഷനിൽ
റൂക്ക് A8 എന്ന നീക്കം നടത്തുവാൻ സാധിക്കുകയാണെങ്കിൽ വൈറ്റിന് ഒരു ചെക്ക്മേറ്റ് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുന്നു. റൂക്ക് A4, റൂക്ക് A4 എന്ന നീക്കം നടത്തിക്കൊണ്ട് വൈറ്റിൻ്റെ റൂക്ക് A8 എന്ന നീക്കം ബ്ലോക്ക് ചെയ്യുന്നു. കിങ് B3, കിങ് ഉപയോഗിച്ചുകൊണ്ട് റൂക്കിനെ ആക്രമിക്കുന്നു. എന്നാൽ ഈ പൊസിഷനിൽ റൂക്കിനെ സംരക്ഷിക്കുകയാണെങ്കിൽ റൂക്ക് C1 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഒരു ചെക്ക്മേറ്റ് ഉണ്ടാക്കിയെടുക്കുവാൻ വൈറ്റിന് സാധിക്കുന്നു. റൂക്ക് A7, റൂക്ക് C1 ചെക്ക്മേറ്റ്. റൂക്ക് D6 എന്ന ചെക്ക് നൽകുമ്പോൾ വൈറ്റിൻ്റെ രണ്ടാമത്തെ നീക്കം കിങ് B7 എന്ന നീക്കം നടത്തുകയാണെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് നോക്കാം. കിങ് B7, റൂക്ക് D7, റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് പോണിനെ പിൻ ചെയ്യുന്നു. കിങ് B8, കിങ് പിന്നിങ്ങിൽ നിന്ന് മറ്റൊരു സ്ക്വയറിലേക്ക് മാറി നിൽക്കുന്നു. റൂക്ക് ടേക്സ് C7, ബ്ലാക്കിൻ്റെ റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് പോണിനെ ക്യാപ്ചർ ചെയ്യുന്നു. കിങ് ടേക്സ് C7, വൈറ്റ് KB7 എന്ന നീക്കം നടത്തുകയായിരുന്നുവെങ്കിൽ നിഷ്പ്രയാസം ഒരു സമനില ഉണ്ടാക്കിയെടുക്കുവാൻ ബ്ലാക്കിന് സാധിക്കുമായിരുന്നു. ബ്ലാക്ക് റൂക്ക് D6 എന്ന ഒരു ചെക്ക് നൽകുമ്പോൾ വൈറ്റ് KB5 എന്ന നീക്കം നടത്തുകയായിരുന്നുവെങ്കിൽ ബ്ലാക്ക് എങ്ങനെയാണ് അതിനെ നേരിടുന്നത് എന്ന് നോക്കാം. കിങ് C5, റൂക്ക് D1, വൈറ്റ് ഒരു പോൺ പ്രൊമോഷൻ നടത്തുകയാണെങ്കിൽ റൂക്ക് C1 എന്ന നീക്കം നടത്തിക്കൊണ്ട് ചെക്ക് നൽകുകയും പ്രൊമോട്ട് ചെയ്ത പീസിനെ റൂക്ക് ഉപയോഗിച്ച് വെട്ടിയെടുത്ത ശേഷം ബ്ലാക്കിന് വിജയിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് കിങ് B6, KB6 എന്ന നീക്കം നടത്തിക്കൊണ്ട് പോണിനെ സപ്പോർട്ട് ചെയ്യുന്നു. റൂക്ക് C1, ബ്ലാക്ക് റൂക്ക് C1 എന്ന നീക്കം നടത്തുമ്പോൾ വൈറ്റിൻ്റെ പോൺ റൂക്കിൻ്റെ ആക്രമണത്തിൽപ്പെടുന്നു. കിങ് B7, റൂക്ക് ടേക്ക് C7 ചെക്ക്. കിങ് ടേക്ക് C7, KC5 എന്ന നീക്കം നടത്തുകയാണെങ്കിലും ബ്ലാക്കിന് ഒരു സമനില ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുമായിരുന്നു. ഇനി നമുക്ക് ബ്ലാക്കിൻ്റെ അഞ്ചാമത്തെ നീക്കം റൂക്ക് D4 എന്ന നീക്കം നടത്തുമ്പോൾ പോൺ പ്രൊമോഷനിലൂടെ ഒരു ക്യൂനിനെ വാഴിച്ചെടുത്താൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. C8 സമം ക്യൂൻ. റൂക്ക് C4 ചെക്ക്. ബ്ലാക്കിന് റൂക്ക് C4 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഒരു ഫോർക്കിംഗ് ചെക്ക് നൽകുവാൻ സാധിക്കുന്നു. ഈ ഒരു പൊസിഷനിൽ വൈറ്റ് ക്യൂൻ ഉപയോഗിച്ചുകൊണ്ട് റൂക്കിനെ ക്യാപ്ചർ ചെയ്യുവാൻ നിർബന്ധിതമാകുന്നു. ക്യൂൻ ടേക്ക് C4. ഈ ഒരു പൊസിഷനിൽ വൈറ്റ് ക്യൂൻ ടേക്ക് C4 എന്ന നീക്കം നടത്തുമ്പോൾ ബ്ലാക്കിന് സ്റ്റെയിൽമേറ്റിലൂടെ നിഷ്പ്രയാസം ഒരു ഡ്രോ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുന്നു. വൈറ്റ് C7 എന്ന നീക്കം നടത്തുമ്പോൾ ബ്ലാക്കിൻ്റെ ഒന്നാമത്തെ നീക്കം റൂക്ക് D2 എന്ന നീക്കം നടത്തുകയാണെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് നോക്കാം. പോൺ C7, റൂക്ക് D2, C8 സമം ക്യൂൻ. റൂക്ക് B1 ചെക്ക്. റൂക്ക് B2 എന്ന ചെക്ക് നൽകുമ്പോൾ വൈറ്റിൻ്റെ കിങ്ങിന് C5ലേക്ക് നീക്കം നടത്തുവാൻ സാധിക്കില്ല. കാരണം റൂക്ക് C2 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഒരു ചെക്ക് നൽകുമ്പോൾ വൈറ്റിൻ്റെ ക്യൂൻ നഷ്ടപ്പെടും. കിങ് A5, വൈറ്റിൻ്റെ കിങ് ബ്ലാക്കിൻ്റെ റൂക്കിനെ ആക്രമിക്കുക എന്ന ലക്ഷ്യവുമായി ബ്ലാക്കിൻ്റെ റൂക്കിൻ്റെ അടുത്തേക്ക് നീക്കങ്ങൾ നടത്തുന്നു. റൂക്ക് A2 ചെക്ക്. കിങ് B4. ഇപ്പോൾ വൈറ്റിന് QC1 എന്ന നീക്കം നടത്തുവാൻ സാധിക്കുകയാണെങ്കിൽ ഒരു ചെക്ക് മേറ്റ് ഉണ്ടാക്കിയെടുക്കാം. റൂക്ക് B2 ചെക്ക്. റൂക്ക് B2 എന്ന ഒരു ചെക്ക് നൽകുമ്പോൾ വൈറ്റിൻ്റെ കിങ്ങിന് കിങ് C3 എന്ന നീക്കം നടത്തുവാൻ സാധിക്കും. കാരണം കിങ് C3 എന്ന നീക്കം നടത്തുമ്പോൾ ബ്ലാക്കിൻ്റെ റൂക്കിന് റൂക്ക് C2 എന്ന നീക്കം നടത്തുവാൻ സാധിക്കില്ല. കിങ് C3, കിങ് B1, ക്യൂൻ F5 ചെക്ക്. കിങ് A1, ക്യൂൻ E5, റൂക്ക് F2, കിങ് B3
ചെക്ക്. കിങ് B3 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഒരു ഡിസ്കവേർഡ് ചെക്ക് നൽകുവാൻ വൈറ്റിന് സാധിക്കുന്നു. കിങ് B1, ക്യൂൻ E1, ചെക്ക്മേറ്റ്. പുതിയ ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.